നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാഹനമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. അതിൻ്റെ പേര് റെനോ ഡസ്റ്റർ എന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വന്ന ഒരു വാഹനമാണ് റെനോ ഡസ്റ്റർ. ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വാഹനങ്ങളിലെ ശ്രീനാരായണ ഗുരു എന്നാണ്. ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ വിളിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണല്ലോ. ഈ വാഹനവും നാരായണ ഗുരുവുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ കോമ്പാക്റ്റ് SUV വിപ്ലവത്തിന് തുടക്കമിട്ട ആളാണ് റെനോ ഡസ്റ്റർ. അതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകനുമാണല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രയധികം നമ്മുടെ മനസ്സിൽ കടന്ന് കൂടിയ ഒരു വാഹനമാണ് റെനോ ഡസ്റ്റർ. കാര്യമായ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 2021 ഈ വാഹനത്തിൻ്റെ നിർമ്മാണം അവസാനിപ്പിച്ചത്. അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് ധാരാളം കോമ്പാക്റ്റ് SUVകൾ വന്നു, അതിനെല്ലാം ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ റെനോ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായൊരു വസ്തുത. അങ്ങനെ ഒരു വിധിയുടെ വിളയാട്ടം പോലെ ആ വാഹനത്തിൻ്റെ നിർമ്മാണം അവസാനിപ്പിക്കുകയാണ് കമ്പനി ചെയ്തത്. അതിനുശേഷം കുറേ കാലമായിട്ട് ഡസ്റ്റർ വരുന്നു എന്ന് കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ഡസ്റ്റർ വന്നിരിക്കുകയാണ്. ഡസ്റ്ററിൻ്റെ ലോഞ്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലോഞ്ചായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും, നമ്മുടെ ചാനലിലുണ്ടായിരുന്നു. ഏതാണ്ട് 15,000 പേരാണ് ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ചിനായിട്ട് അണിനിരുന്നത്. അങ്ങനെ ഒരു ഗംഭീരമായ ലോഞ്ച് കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിലാണ്. നല്ല തണുപ്പുണ്ട്, ചുറ്റുപാട് ഹിമാലയ മലനിര എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു റിവർ ബെഡാണ്, വറ്റി വരണ്ട റിവർ ബെഡ്. ഇവിടെ നിന്നും ടെഹരി ഡാമിലേക്കായിരുന്നു ഇന്നത്തെ ഈ ഒരു യാത്ര ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം ഇന്ന് ഒരു മഴ ദിവസമാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടതുകൊണ്ടാണ് പോകാതിരുന്നത്. തന്നെയല്ല, വൈകിട്ട് 4:30 നമുക്ക് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെഹരി ഡാമിലേക്ക് 3.5 മണിക്കൂർ ഓടി തിരിച്ച് വരാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഡെറാഡൂണിൻ്റെ ഒരു ഓരത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡെറാഡൂണിൽ ആദ്യമായിട്ടല്ല നമ്മൾ വരുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വന്നത് ഏറ്റവും പുതിയ മാരുതി ജിംനിയുടെ ഡ്രൈവ് ഇവിടെയായിരുന്നു. അതും ഒരു റിവർ ബെഡിലായിരുന്നു. അതിനു മുമ്പ് ബെൻസിൻ്റെ C-ക്ലാസ് ഉൾപ്പെടെയുള്ള ധാരാളം വാഹനങ്ങൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തണുപ്പ് കാര്യമായിട്ടുണ്ട്. എനിക്കാണ് ജാക്കറ്റൊന്നുമില്ല, അതുകൊണ്ട് നാവ് പിഴകളൊക്കെ സാധ്യതയുണ്ട്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് റെനോ ഡസ്റ്ററിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും പുതിയ RGMP പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ജനിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഡസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണിത്. എന്ന് തന്നെ വല്ല ഏതാണ്ട് 95% ഇന്ത്യയിൽ നിർമ്മിച്ച ഘടകങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടൊരു ഇന്ത്യൻ വാഹനമാണെന്നാണ് പറയേണ്ടത്. പക്ഷേ ഗ്ലോബലി തന്നെ ഏറ്റവും പുതിയ ഡസ്റ്റർ ലോഞ്ച് ചെയ്തിട്ട് അധികാലമായിട്ടില്ല. അതിൽ നിന്നും പാടെ വ്യത്യാസമാണ് ഇന്ത്യയിൽ വന്ന മോഡലിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 212 മില്ലിമീറ്ററായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ ഗ്ലോബലിയുള്ള ഡസ്റ്ററിൽ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇതിനു മുമ്പുള്ള ഡസ്റ്ററിന് 205 ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് തന്നെ മോശമായിരുന്നില്ല. കൂടാതെ ഇന്ത്യയിൽ മാത്രമാണ് ഈ വാഹനത്തിന് പനോരമിക് സൺറൂഫ് ഉള്ളത്. അത് രസകരമായ കാര്യമാണ്. കാരണം ഇതിവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഫ്രഞ്ച് എഞ്ചിനീയേഴ്സ് പോലും പറഞ്ഞു ഇന്ത്യയിൽ തീർച്ചയായിട്ടും പനോരമിക് സൺറൂഫ് വേണം, കാരണം ഇന്ത്യക്കാർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിശാലമായ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏറ്റവും ഗംഭീരമായ ഫീച്ചർ ഇതിൻ്റേത് നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്നുള്ള കാര്യമാണ്. അത് ഏതായാലും വളരെ നല്ല കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നൊരു അപകടം പിടിച്ചൊരു സാധനമുണ്ട് അഡാസിൻ്റെ ലെവൽ 2. അത് ഓഫ് ചെയ്താൽ സ്വസ്ഥവും സമാധാനവും സുന്ദരവുമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സും ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമാണ്. അങ്ങനെയുള്ള ഡസ്റ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം അല്പം കുറവാണെന്നാണ് പറയുന്നത്. ഉയരം മാത്രമാണ് ഈ വാഹനത്തിന് അല്പം കൂടുതലുള്ളത്. ബാക്കി ഇപ്പോൾ വീൽ ബേസ് ആയാലും നീളമായാലും വീതി ആയാലും എല്ലാം തന്നെ നമ്മൾ കണ്ടുവന്നിരുന്ന ഡസ്റ്ററിനൊക്കെ ഒരു അല്പം കുറവാണ്. ഒരു 10-15 മില്ലിമീറ്ററൊക്കെയാണ് കുറവ്. വീൽ ബേസ് ഏതാണ്ട് 16 മില്ലിമീറ്ററാണ് കുറഞ്ഞത്. പക്ഷേ ബൂട്ട് സ്പേസ് കൂടുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ അല്പം കോമ്പാക്റ്റ് ആയിട്ടുണ്ട് പഴയ ഡസ്റ്ററിനേക്കാളും. പക്ഷേ കാഴ്ചയിൽ അതിഗംഭീരമാണ്. തന്നെയല്ല, ഇൻറ്റീരിയർ സ്പേസ് കുറഞ്ഞതായിട്ട് നമുക്കൊട്ടും തോന്നുകയുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഡസ്റ്ററാണ് നമുക്കിപ്പോൾ പുതുതായിട്ട് കമ്പനി തന്നിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല, റെനോയെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇപ്പോൾ അധികം വിറ്റുപോകുന്ന മോഡലൊന്നും
റെനോയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വിജയമാണ് റെനോയുടെ ഇന്ത്യയിലെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ 100% എഴുതി വയ്ക്കാം, ഈ വാഹനം ഒരു ഗംഭീര വിജയമായിരിക്കും. കാരണം ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആയാലും അതുപോലെ ബ്രേക്കിങ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഗംഭീരമാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുത്തു പറയണം. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10-70 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ശ്രീനാഥ് എന്നൊരു കോട്ടയംകാരനുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഡൈനാമിക്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നതിൻ്റെ ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സസ്പെൻഷൻ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് സെറ്റ് ചെയ്തത്. ഇന്നലെ നമ്മളിവിടെ ഉണ്ടായിരുന്നു, ഇന്നലത്തെ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാഥിന് തീർച്ചയായിട്ടും നമ്മുടെ അഭിനന്ദനം കൊടുക്കണം. ആ രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് അദ്ദേഹം വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷമെടുത്തു ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഒന്ന് നേരെയാക്കി എടുക്കാനെന്നാണ് ശ്രീനാഥ് പറഞ്ഞത്. അത്രയധികം ശ്രദ്ധിച്ചാണ് റെനോ ഇത്തവണ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ക്രെറ്റ, പ്രിയപ്പെട്ട സെൽറ്റോസ്, ഹാരിയർ, പുതുതായിട്ട് വന്നിരുന്ന കുഷാക്കി, ഇവരൊക്കെ പേടിക്കണം ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ. അത്രയും മനോഹരമായ വാഹനമാണ്. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് എനിക്ക് ഏറ്റവും താല്പര്യമെങ്കിലും ഇത്രയും ഓടിച്ചിട്ടും ഒരു നെഗറ്റീവും കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു തകർപ്പൻ മോഡൽ തന്നെയാണ് ഡസ്റ്റർ. നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി ഡസ്റ്ററിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ മുൻഭാഗത്ത് നിങ്ങൾക്ക് റെനോയുടെ ലോഗോ കാണാനേ ഇല്ല എന്നുള്ള കാര്യമാണ്. അതിന് കാരണമായിട്ട് റെനോ പറയുന്നത് ഡസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പേരാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ റെനോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഡസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡസ്റ്റർ എന്നുള്ള ലോഗോയാണ് പ്രധാനം എന്ന് കണ്ടെത്തുകയും ഡസ്റ്റർ എന്ന് നീട്ടി ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുമുണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ് കാണുന്നത്. ഗ്രില്ലെന്നൊന്നും വിളിക്കാനില്ല, അത്ര വലിയ ഗ്രില്ലൊന്നുമല്ല. അതിൻ്റെ സൈഡിൽ ഐബ്രോ സ്റ്റൈൽ എന്നാണ് ഇവർ ഇതിൻ്റെ ഡേറ്റ റണ്ണിംഗ് ലാമ്പിനെ വിളിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. അതിപ്പോൾ ടേൺ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൊജക്ടർ LED ഹെഡ് ലാമ്പാണ് ഉൾഭാഗത്ത് കാണുന്നത്. ഈ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഗ്രില്ലിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. സൈഡിൽ എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വളരെ ബോൾഡെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ് ഈ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്ത് വരുന്നത്. താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗമുണ്ട്. ഇവിടെയും ഉണ്ട് ഒരു എയർ ഡാമിൻ്റെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം. അപ്പോൾ ഈ മുൻഭാഗം വളരെ എന്താ പറയുക ബോൾഡ് ലുക്കിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും എല്ലാം കൊടുത്ത് നല്ല ബോൾഡ് ലുക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളൊരു സംശയമില്ല. 212 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മുൻഭാഗത്ത് കാണാൻ സാധിക്കും. ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ 4 വീൽ ഡ്രൈവ് ഒന്നും അല്ല വന്നിരിക്കുന്നതെങ്കിൽ പോലും ഏതൊരു മലയും കയറാൻ പറ്റും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബോണറ്റ് ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഉൾഭാഗത്തിൽ നിന്ന് ഓടിക്കുമ്പോഴാണ് ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്നത് വളരെ രസകരമായൊരു അനുഭവമാണ് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും മുൻഭാഗം വളരെ രസകരമായിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ടാണ് വളരെ ഒതുക്കി കാണാത്ത രീതിയിലാണ് ഫോഗ് ലാമ്പ്, LED ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൻസേഴ്സും ക്യാമറകളും എല്ലാം ധാരാളമുണ്ട്. കാരണം അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ മുൻഭാഗത്തിന് തീർച്ചയായിട്ടും കൈയടി കൊടുക്കാം. മനോഹരമായിട്ടുണ്ട്. ഇതുകൂടെ പറഞ്ഞിട്ട് പോകാം. സൈഡിലൊക്കെ ചെറിയ ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് അതുമെല്ലാം ഈ ഒരു ബോൾഡ് ലുക്കിനെ സഹായിക്കുന്നുള്ളൊരു സംശയമില്ല. സൈഡിലേക്ക് വരുമ്പോൾ മനോഹരമായ അലോയ് വീലാണ്. 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ഉണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് പറയാം. ഇവിടെ വരുമ്പോഴാണ് നമുക്കിങ്ങനെ സന്തോഷം തോന്നുന്നൊരു സാധനം, ഡസ്റ്റർ ഐക്കോണിക് എന്നെഴുതിയൊരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെനോയുടെ ലോഗോ, ഇത് കാണുമ്പോഴാണ് ഇത് റെനോയുടെ വാഹനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. അത് രസമായിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ എലമെൻറ്റുകൾ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആദ്യം നമ്മളെ കാണിച്ച വാഹനത്തിൽ, അതായത് ലോഞ്ച് ചെയ്ത വാഹനത്തിൽ അതിനൊക്കെ ഒരു ചെറിയ ഗ്രീനിഷ് ഡിസൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ബോൾഡായിട്ടുള്ള ഈ ഒരു വീലാർസിൻ്റെ മുകളിൽ കാണുന്ന ക്ലാഡിങ് അങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. സൈഡ് മിറേഴ്സിന് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ വാഹനമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഗ്രാബ് റെയിലുണ്ട്. പക്ഷേ ഇത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല, 50 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ പറ്റുന്ന ഗ്രാബ് റെയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. B പില്ലറും C പില്ലറും എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സൈഡിലൊന്നും അങ്ങനെ വളരെ ബോൾഡായിട്ടുള്ള ബോഡി ലൈനൊന്നുമില്ല, എങ്കിൽ പോലും ചെറിയ കട്ടുകളൊക്കെ കൊടുത്ത് ആ ഭാഗമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡോർ ഹാൻഡിലിനും ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ഒരു C പില്ലറിലാണ് ഡോർ ഹാൻഡിൽ, പിൻഭാഗത്തെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 5 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു 7 സീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ പേര് ബിഗ്സ്റ്റർ എന്നാണ് വെളിയിലൊക്കെ. പക്ഷേ ഇവിടെ അതിൻ്റെ പേര് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ 90 മില്ലിമീറ്റർ വീൽ ബേസ് കൂടുതലുള്ള വാഹനമാണ്. 3rd റോ സീറ്റിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാകും എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അത് ഉടനെ വരുന്നുണ്ട്. പിന്നെ വീലാർച്ചിലേക്ക് വീണ്ടും വരുമ്പോൾ ആ ക്ലാഡിങ് ഇങ്ങനെ പിൻഭാഗത്തേക്ക് നീളുന്നു. പിൻഭാഗവും വളരെ മനോഹരമായിട്ടുണ്ട്.
ഇവിടെയൊക്കെ പക്ഷേ ലോഗോ കൊടുത്തിട്ടുണ്ട്, റെനോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു LED സ്ട്രിപ്പ് നീട്ടി ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷ് കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഇവിടെ അതും മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് ഈ ഒരു ലോഗോയുടെ ഈ ഒരു ഫോണ്ടൊക്കെ മാറിയത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, അത് വളരെ വലിയൊരു സ്പോയിലറാണ്. സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, അതുപോലെ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായി കൊടുത്തിരിക്കുന്നു. ഇത് ടർബോ എഞ്ചിനാണെന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇവിടെ ഒരു ആഷ് നിറവും അതുപോലെ ബ്ലാക്ക് ഫിനിഷും ഒക്കെയാണ് ബമ്പറിൻ്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അപ്രോച്ച് ആംഗിളും അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിളും ഒക്കെ കാര്യമായ രീതിയിൽ കിട്ടും എന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പും ഈ ഒരു രൂപത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ചുറ്റും ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് ഫുൾ ബ്ലാക്ക് ആണെന്ന് തന്നെ പറയാം. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു എലമെൻസൊക്കെ, അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഫുൾ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ രസമാണ്. ഈ സൈഡിൽ ചെറുതായിട്ടൊരു റെനോ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ലൈനുകളും സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് അതും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാം. വിശാലമായ ബൂട്ട് സ്പേസാണ്. വിശാലമായ ബൂട്ട് സ്പേസ് നിറച്ച് നമ്മുടെ പെട്ടികളാണ്. എന്താ ഇത്രയും പെട്ടിയെന്ന് ചോദിച്ചാൽ കുറേ കാലമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കോഡയുടെ കുഷാക്കിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ് ജയ്പൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പെട്ടികളുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. 518 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പാഴ്സൽ ട്രേ എടുത്ത് കളഞ്ഞിട്ട് മേൽഭാഗം വരെ പെട്ടി വയ്ക്കുകയാണെങ്കിൽ 700 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ആവശ്യമില്ല. അത്രയധികം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല, ഒത്തിരി ഉയർന്ന ഒരു പ്രൊഫൈൽ അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടികളൊന്നും എടുത്തു വയ്ക്കാനും ബുദ്ധിമുട്ടില്ല. ഇതൊന്നും കൂടാതെ 60-40 ആയിട്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം മനോഹരമായിട്ടുണ്ട്. ചെറിയ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാനും മറ്റുള്ള ഹുക്കുകളും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെയർ ടയർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പെട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പൊക്കി നോക്കിയപ്പോൾ സ്പെയർ ടയർ ഇതിൻ്റെ അത് ഇല്ലെന്നേ ഉള്ളൂ. അതിനുള്ള സ്പേസ് ഇതിൻ്റെ താഴെ തന്നെയുണ്ട്. സാധാരണ പോലെ ഏറ്റവും താഴെയായിട്ട് ഈ SUV-കളൊക്കെ ഒരു പതിവുണ്ടല്ലോ, ഈ താഴെ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ഇതിനകത്ത് തന്നെ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടികളുടെ സ്ഥാനമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടിന്യൂറ്റി അങ്ങനെ ഒന്ന് പോയി കാണും. ചിലതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ശങ്കയും വേണ്ട, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതങ്ങനെ ഇലക്ട്രിക്കലി അങ്ങ് ഫോൾഡും ചെയ്യാം. അപ്പോൾ എന്തായാലും വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഡിസൈനിൻ്റെ കാര്യത്തിൽ. പഴയ ഡസ്റ്ററിൻ്റെയും ഡിസൈൻ മോശമൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇത് കുറച്ചുകൂടെ അഗ്രസീവായി, കുറച്ചുകൂടെ മനോഹരമായി, തന്നെയല്ല നല്ല രസമുള്ള ഡിസൈനാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. മുൻഭാഗത്തെ ആ ഒരു ഡസ്റ്റർ എന്നുള്ള ആ ബാഡ്ജിങ് കൊടുത്തോട് തന്നെ വാഹനത്തിൻ്റെ രൂപം അങ്ങ് മാറിയിട്ടുണ്ടല്ലോ. ഇവൻ അങ്ങനെ തിരച്ച് നിൽക്കുകയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 100-ൽ 99 മാർക്കും കൊടുക്കാം. കാരണം ഡിസൈനേഴ്സിന് ഇങ്ങനെ ഒരു ഗംഭീരമായ ഒരു രൂപം സമ്മാനിച്ചതിന്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോഴത്തെ ഏത് വാഹനം നോക്കിയാലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെറ്റ, സെൽറ്റോസ് അങ്ങനെയുള്ള ഏത് വാഹനം നോക്കിയാലും അതൊരു പക്ക ഫാമിലി വാഹനത്തിൻ്റെ ഫാമിലി SUV-യുടെ രൂപമാണെങ്കിൽ ഇതങ്ങനെയല്ല. ഓഫ് റോഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ അഗ്രസീവ് റഗ്ഗഡുമായിട്ടുള്ള ഡിസൈനുമായിട്ടാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇൻറ്റീരിയർ കാണാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഡസ്റ്ററിൻ്റെ ഇൻറ്റീരിയർ. പഴയ ഡസ്റ്റർ നിങ്ങളങ്ങ് മറന്നേക്കുക. അതുമായിട്ട് ബന്ധം പോലും ഇല്ലാതെയാണ് പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഗംഭീരമായ ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ ഡ്രൈവർ സെൻറ്റേഡാണ് ഈ ഭാഗം മുഴുവൻ തന്നെ. ആ ഭാഗത്തിരിക്കുന്ന ആൾക്ക് ഈ സ്ക്രീൻ പോലും കാണണമെങ്കിൽ അല്പം ബുദ്ധിമുട്ട്. ആ രീതിയിൽ ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് സംഭവം വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഇൻറ്റീരിയറാണ്, അതെനിക്ക് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. ഇവിടെ ഫുൾ ബ്ലാക്ക്, ഇവിടെ ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷ് പോലുള്ള സംഭവം താഴെയായിട്ട്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രീൻ കളർ സ്റ്റിച്ചിങ് അത് നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ്, വളരെ വലിയ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വളരെ വലുത് കണ്ടല്ലോ അല്ലേ, വളരെ വലുതാണ്, വളരെ ഡീപ്പാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. അത്രയും ഡീപ്പായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് 10.1 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീൻ. ഒരല്പം ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഒട്ടും കാഴ്ച തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. ഇതിലത് എല്ലാ സംഭവങ്ങളുമാണ്. അത് ഗൂഗിൾ അസിസ്റ്റഡ് ആണ്. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ ഗൂഗിളിൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കണ്ടോ നോക്കാം. റിവേഴ്സ് ക്യാമറ ഒട്ടും മോശമല്ല. 360 ഡിഗ്രി വേണമെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്ന് നടക്കുന്നതാണ് കാണിച്ചത്.
അത്ര എല്ലാ കാര്യങ്ങളും ഉണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത റെസൊല്യൂഷൻ എന്ന് പറയുള്ളൂ, അത്ര ഗംഭീര റെസൊല്യൂഷൻ എന്ന് പറയുന്നില്ല. മറ്റൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ട് കുറച്ച് ക്യാമറയിൽ കുറച്ച് പൊടി പടലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ മോശമല്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ അതിൻ്റെ ഒരു മിനിറ്റ് ഇതൊന്ന് നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് അല്പം ബ്രൈറ്റ്നസ് കുറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതങ്ങനെയുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് അതിൻ്റെ അത് ഓഫ് ചെയ്യാം. അതായത് ഡൈനാമിക് ചേസസ് വേണ്ട, ഡ്രൈവിംഗ് അസിസ്റ്റൻസ്, ഇതിൻ്റെ അകത്ത് ട്രാക്ഷൻ കൺട്രോൾ, ആക്റ്റീവ് ബ്രേക്കിങ്, ഇത്തരം പല കാര്യങ്ങളുണ്ടല്ലോ. ഓൾ ഓൺ ആണിപ്പോൾ. അത് പേഴ്സോ എന്നുള്ള ഈ ഒരു ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ആക്റ്റീവ് ബ്രേക്കിംഗ് ഓഫ് ചെയ്തു. ആക്റ്റീവ് ബ്രേക്കിംഗ് എന്ന് ഒഴിച്ചുള്ള ബാക്കി എല്ലാ അഡാസ് ഫീച്ചേഴ്സും ഇപ്പോൾ വർക്ക് ചെയ്യും. കംഫർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഫോളോവിങ് ഡിസ്റ്റൻസ് അത് വേണമെങ്കിൽ ഓഫ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മുൻഭാഗത്തൊരു വാഹനം പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തെത്തുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്യുന്ന പരിപാടി അതെല്ലാം ഓഫായി. ഇനി പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട് സൈഡ് അത്തരത്തിലുള്ള ഏത് കാര്യം വേണമെങ്കിലും ഫ്രണ്ട് സൈഡൊക്കെ അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ ഒരു സ്വിച്ചിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്വിച്ചിൽ പേഴ്സണ എന്ന് പറയുന്ന അതിൻ്റെ അതിപ്പോൾ കാണിക്കുന്നുണ്ട് മൈ സേഫ്റ്റി. ഇപ്പോൾ എല്ലാം ഓണായി. ഇതാണ് മേൽ പറഞ്ഞ സ്വിച്ച്. ഇതിൽ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മൈ സേഫ്റ്റി പേഴ്സണ എന്ന് പറയുന്ന അങ്ങ് ഓണായി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ് ചെയ്തെല്ലാം ഓഫായി തന്നെ കിടന്നോളും. അതിനുശേഷം എല്ലാം ഓണാണെങ്കിൽ വീണ്ടും ഈ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ എല്ലാം ഓണായി, എല്ലാ സേഫ്റ്റിയും ഓണായി. വളരെ ഗംഭീരമായൊരു സാധനം. ഇത് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഇത് തലയിൽ വന്ന ആൾക്ക് തീർച്ചയായിട്ടും സമ്മതിക്കണം. അപ്പോൾ അതങ്ങനെ ഓഫ് ചെയ്തിട്ടാൽ നമുക്ക് വേണ്ടാത്ത അഡാസ് ഫീച്ചേഴ്സ് ഒന്നും പിന്നെ വർക്ക് ചെയ്യില്ല. ബാക്കി ആപ്പുകളൊക്കെ നിങ്ങൾ കാണുന്ന പ്രൈം വീഡിയോ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്, കലണ്ടർ, ബ്ലൂടൂത്ത്, AM, FM അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ മനോഹരമായൊരു മ്യൂസിക് സിസ്റ്റം അതും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ അതിനകത്ത് ജോളി ഗ്രാൻഡ് എയർപോർട്ടിലേക്ക് 29 മിനിറ്റ്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു മാപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കും കൊണ്ടുവരാം, ഈ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡ്രൈവർക്ക് ഇങ്ങോട്ട് കണ്ണു വായിക്കാതെ ഓടിച്ചു പോകാനും സാധിക്കും. ഈ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ രണ്ട് സ്ക്രീനുകളും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കൺസോളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിന് ബ്ലാക്ക് ഫിനിഷും കൊടുത്ത് അതിൻ്റെ സൈഡമായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, ക്ലീൻ എയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു എയർ പ്യൂരിഫയറിൻ്റെ സംഭവമാണ്. ഇതൊക്കെ ടോഗിൾ സ്വിച്ചുകളാണ്, വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാം. ഇത് ഡോർ ലോക്കിൻ്റെ സ്വിച്ചാണ്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ 2 C-ടൈപ്പ് ചാർജർ, ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ, ഇവിടെ വയർലെസ് ചാർജിങ് പാഡും കൊടുത്തിരിക്കുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവ് സെലക്ടറാണ്. വളരെ ചെറുതാണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നല്ലൊരു ആംറസ്റ്റ്, അതിലൊക്കെ ആ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് നിറവും അതുപോലെ തന്നെ ഗ്രീൻ നിറവുമാണ് സീറ്റിലൊക്കെ കാണുന്നത്. അതിൻ്റെ ഒരു മിക്സും ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. ഇത് പിൻഭാഗത്ത് ഇവിടെ ചെറിയൊരു റോട്ടറി സ്വിച്ചുണ്ട്. ആ റോട്ടറി സ്വിച്ച് എന്ന് പറയുന്നത് ഈ നടുവ് അല്പം ഒന്ന് ഒരു ചെറിയ ഒരു നടുവ് താങ്ങി എന്ന് വിളിക്കുന്ന ഒരു സംഭവം ഒന്ന് ഉയർന്നു വരും ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ. അത് ഇലക്ട്രിക്കലല്ല ചെയ്തിരിക്കുന്നുള്ളൂ, മാനുവലി ആണെന്നുള്ളൂ. അത് കൊള്ളാം. 2 സീറ്റുകളും മുന്നിലെ 2 സീറ്റുകളും ഇലക്ട്രിക്കലി പവേർഡാണ്. 6-way അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 2 വെൻറ്റിലേറ്റഡ് സീറ്റുകളുമാണ്. അതും ഒക്കെ പക്കയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ 2 ബോട്ടിലുകളും ഒരു ടച്ചിങ്ങും വെച്ചിട്ടുണ്ട്, ലേസിൻ്റെ ടച്ചിങ്ങും. അപ്പോൾ ടച്ചിങ്ങും വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്, ബോട്ടിലും വെക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് മനസ്സിലായല്ലോ. എന്നാലും രാവിലെ എൻ്റെ നാക്ക് കുഴയുന്ന ടച്ചിങ് ഒന്നും കാരണമല്ല കേട്ടോ, തണുപ്പ് കാരണമാണ്. അതെന്തായാലും അതൊക്കെ സൂക്ഷിക്കാൻ പറ്റും. നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്പീക്കർ, പിന്നെ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ കാർബൺ ഫിനിഷും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഡോർ പാഡും വളരെ മനോഹരമെന്നാണ് പറയേണ്ടത്. അപ്പോൾ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഹൈറ്റ് ഉൾപ്പെടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലൊരു സ്ലാൻഡിങ് പൊസിഷൻ വേണമെങ്കിൽ അത് കണ്ടെത്താം. കൂടാതെ പനോരമിക് സൺറൂഫ്, പനോരമിക് എന്ന് വെച്ചാൽ അങ്ങേറ്റം വരെയുണ്ട്. നല്ല ഗംഭീരമായ സൺറൂഫ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബീച്ച് കളർ കൊടുത്തുകൊണ്ട് കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുമ്പോൾ സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിലും ഈ ഒരു ഗ്രീൻ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല സ്വിച്ചുകൾ കാണാം. ഇതിൽ ക്രൂയിസ് കൺട്രോളിൻ്റെയും മറ്റും ആക്ടിവേഷൻ ഡീആക്ടിവേഷനും ഒക്കെയാണ് കാണുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് മോഡെന്ന് എഴുതിയിരിക്കുന്ന സ്വിച്ച് കേൾക്കുമ്പോൾ ഡ്രൈവ് അസിസ്റ്റ് ഡിസ്കണക്റ്റഡ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ സെലക്റ്റഡ്, അത്തരം കാര്യങ്ങളൊക്കെ കാണാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വോളിയം കൺട്രോളും അതുപോലെ തന്നെ ഈ ഒരു വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകളൊക്കെയാണ്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് മോഡലിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാഡൽ ഷിഫ്റ്റേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഏതായാലും ഈ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ്സും അതിൻ്റെ ഒരു കളർ തീമൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. കണ്ടോ, അതിൽ ആ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത് നല്ല രസമായിട്ടുണ്ട്. രാത്രിയിലൊക്കെ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ ഇവിടെ കംഫർട്ട് എന്നുള്ള മോഡാണ് കാണുന്നത്. അത് നമുക്കിതിൽ
കാണാൻ സാധിക്കും. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഈ ഒരു അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, ഈ ഭാഗത്ത് ഐഡിലെങ്കിൽ വാഹനം ഓഫ് ആകുമ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി ഉണ്ട്. നല്ല സീറ്റ് ഹൈറ്റൊക്കെ ഉയർത്തി വെച്ചത് നല്ല വിസിബിലിറ്റി ഉണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ റേക്ക് ആൻഡ് റീച്ച് രണ്ടും ഹൈറ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും നല്ലൊരു പൊസിഷൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തായാലും നല്ല വിസിബിലിറ്റിയുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും അതോടൊപ്പം തന്നെ മറ്റ് ഫീച്ചേഴ്സും എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു ഉൾഭാഗമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡുകളും അതുപോലെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സ്വിച്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ പേഴ്സോ എന്ന് പറയുന്ന ആ ഒരു മോഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കംഫർട്ടായി, ഇക്കോ ആയി. ഇതിൽ നമ്മൾ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ഡ്രൈവിങ്ങിൻ്റെ എൻജിൻ ഇപ്പോൾ ഇക്കോയിലാണ് കിടക്കുന്നത്. സ്റ്റിയറിംഗ് എഫേർട്ട് എന്ന് പറയുന്നത് ലോ ആണെന്നുള്ളത് വേണേൽ ഹൈ ആക്കാം. അപ്പോൾ നമുക്ക് ഒരു ഹൈവേയിലാണ് ഓടിക്കുന്നതെങ്കിൽ സ്റ്റിയറിംഗ് വീൽ ഒരല്പം ഹെവി ആക്കാൻ വേണ്ടി ഹൈ എന്നുള്ളതിലേക്ക് ഇടാം, അല്ലെങ്കിൽ ലോ ആക്കാം. ഈ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ലോ ആക്കാം. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഓടിക്കുമ്പോൾ ആ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക പേഴ്സോ എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ടിട്ട് ലോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ വേണേൽ ഹൈയിലേക്ക് പോകാം. എന്നാൽ ഇക്കോയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഹൈയിൽ പോകാം, ലോയിൽ പോകാം. അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓടിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമല്ല വളരെ എളുപ്പത്തിലാണ് നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിൻഭാഗത്തും നല്ല തൈ സപ്പോർട്ടാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ കുഷനിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനും ഒക്കെ അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല തൈ സപ്പോർട്ടുണ്ട്. കാല് നന്നായിട്ട് ചേർന്നിരിക്കുന്നു. 3 പേർക്ക് സുഖമായിരിക്കാം. അത്ര വലിയൊരു സെൻട്രൽ ടണലിന് ഉയർന്ന സെൻട്രൽ ടണലെന്ന് പറയാനുമില്ല, അതുകൊണ്ട് സുഖമായിട്ടിരിക്കാം. ഇതിന് നല്ല ഗ്രിപ്പൊക്കെയാണ് കേട്ടോ. ഇതൊരു വെൻറ്റിലേറ്റർ സീറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഗ്രിപ്പൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നിലേക്ക് AC വെൻ്റുണ്ട്. 2 സീറ്റ് ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ നല്ല ലെഗ് സ്പേസ് കണ്ടോ, ഇത്രയും ലെഗ് സ്പേസ്. അല്പം മുന്നിലേക്കാണ്, അല്പം പിന്നിലേക്കും നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കൂടാതെ മുകളിൽ വരെ സൺറൂഫ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല പ്ലസൻ്റായ ഇൻറ്റീരിയർ ഉണ്ട്. വിൻഡോ ലൈൻ ഒരല്പം ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു കുഴി ഇരിക്കുന്നൊരു ഫീൽ നമുക്ക് പിൻഭാഗത്തിരിക്കുന്നതൊക്കെ തോന്നിയൊക്കെ നല്ല വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നുമില്ല. അവിടെ ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് ഉണ്ട്, നല്ല ആംബ്രസ്റ്റ് അതിൻ്റെയും ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നടുവിൽ ആൾ ഇല്ലെങ്കിൽ നല്ല ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. അതിലൊരു മൊബൈൽ ഫോൺ വെക്കാവുന്ന സ്ഥലമുണ്ട്. ഇതാ കുത്തി ഞങ്ങൾ വയ്ക്കാം. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് അതും കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വളരെ വിശാലമായ ഒരു പാഴ്സൽ ട്രേ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് അവിടെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ സീറ്റ് പോക്കറ്റ് ഉണ്ട്, അതിൽ പേപ്പേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഹെഡ് സ്പേസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇഷ്ടംപോലെ ഹെഡ് സ്പേസ് ഉണ്ട്. കാരണം പഴയ ഡെസറിനേക്കാൾ അല്പം കൂടി ഉയരം ഇതിന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസ് കൂടുതലായിട്ടുണ്ട്. LED ലൈറ്റൊക്കെ 2 സൈഡിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ മഴ പെയ്ത് നല്ല ഡിസൈനായിട്ട് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഇൻറ്റീരിയറും വളരെ പ്രൗഢമായൊരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ക ഫ്രഞ്ച് കാറിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ 95% ഇന്ത്യൻ ആണെങ്കിൽ പോലും ആ ഒരു ഫ്രഞ്ച് രീതികളൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയറിലൊക്കെ കാണാൻ സാധിക്കും. തന്നെയല്ല ഈ സ്ക്രീനിലെ കളേഴ്സും എല്ലാം അടിപൊളിയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സമയമെടുത്ത് വളരെ കാലമെടുത്താണ് ഈ വാഹനം ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രയധികം ശ്രദ്ധ ഓരോ കാര്യത്തിലും പുലർത്തിയിട്ടുണ്ട്. പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡെറാഡൂണിൽ വന്നപ്പോൾ കൊടും മഴയാണ് ഇപ്പോൾ നമ്മളെ വരവേക്കുന്നത്. എന്തായാലും എക്സ്റ്റീരിയർ ഷൂട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി മഴ പെയ്താലും വലിയ കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ടെഹരി ഡാമിലേക്കാണ് റെനോ ഉദ്ദേശിച്ചത് നമ്മുടെ ഡ്രൈവ്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, കാരണം ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഏതായാലും ഇവിടം വരെ വന്ന സമയത്ത് ഗംഗ നദി ഒന്ന് കാണാം. അപ്പോൾ ഋഷികേശ് വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോകുന്ന സ്ട്രെച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് എലിഫൻസ്, കരടി അങ്ങനെയുള്ളതെല്ലാം ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. എന്തായാലും ഇതുവരെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല ഈ പുതിയ ഡസ്റ്റർ ഓടിക്കുന്നത്. ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്നൊരു കാര്യമാണ്. വളരെ സെലക്ട് ചെയ്ത ഒരു 10 ജേർണലിസ്റ്റുകളെ ഓൾ ഇന്ത്യ വിളിച്ചിട്ട് റെനോ നമുക്കിതൊന്ന് ഓടിക്കാൻ തന്നിരുന്നു. അത് ചെന്നൈയിൽ ഒരു ട്രാക്കിലായിരുന്നു. അന്ന് ശരിക്കും വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു, ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് അന്ന് അവരത് ഓടിക്കാൻ തന്നത്. ആ ട്രാക്ക് നല്ല ഗംഭീര ട്രാക്കായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ്ട് 175 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെ ഓടിച്ച് ബ്രേക്കിങ്ങും സ്റ്റെബിലിറ്റി എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്ത ചില ഫീഡ്ബാക്കുകളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും കമ്പനി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചില ഫീഡ്ബാക്കിലൊക്കെ അതിൽ ചില പാനൽ ഗ്യാപ്സിൻ്റെ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതെല്ലാം വളരെ കൃത്യമായിട്ടും കമ്പനി പരിഹരിച്ചാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഹൈ സ്പീഡിലൊക്കെ ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പക്ഷേ ഹൈ സ്പീഡല്ല, സാധാരണ സിറ്റി ലിമിറ്റ്സിലും അതുപോലുള്ള ഇവിടുത്തെ പറഞ്ഞ പൊളഞ്ഞ റോഡൊക്കെയാണ്, അതിലൊക്കെയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് തൊട്ട് നമുക്കറിയാവുന്ന കാര്യം, റെനോയുടെ ഏതൊരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഒരു മികവാണ്. സസ്പെൻഷൻ ആ കാര്യത്തിൽ ഇത് പുതിയ ഡസ്റ്റർ വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തെ മികവാണ് നമുക്ക് തോന്നുന്നത്. ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എത്ര വലിയ കുഴികളൊക്കെ ചാടിയാൽ പോലും ഉള്ളിലിരിക്കുന്നവർ അറിയാത്ത രീതിയിലുള്ള ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ അത് ഗംഭീരമായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, പഴയ ഡസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിനെല്ലാം പറ്റുന്ന രീതിയിലാണ് പ്ലാറ്റ്ഫോമും അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇവിടെ പലപ്പോഴും വലിയ കുഴിയൊക്കെയുള്ള റോഡാണ്. കാഴ്ചയിൽ വലിയ കുഴപ്പമില്ലെങ്കിലും വലിയ കുഴിയൊക്കെ ഉണ്ട്. അതെല്ലാം വളരെ ഗംഭീരമായിട്ട് ചാടിക്കടന്നാണ് പോകുന്നത്. പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിലായാലും, എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ സ്പോർട്ടി എഞ്ചിനാണ്. 163 BSP എഞ്ചിനാണ്. 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിൻ നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. അത് 100 BSP ആണ്, ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും ഇത് ഒട്ടും മോശമല്ല. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അമേസിങ് റെസ്പോൺസാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവ് മോഡുകൾ, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മോഡുകൾ, ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ഒരു ഗംഭീര ഡ്രൈവിംഗ് അനുഭവമാണ് ഇത് സമ്മാനിക്കുന്നത്. പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു മികച്ച വാഹനമായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. എല്ലാ തരത്തിലും, അത് ഫീച്ചേഴ്സ് ആയാലും, ഡ്രൈവിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ മികവായാലും, ഹാൻഡ്ലിങ്, ബ്രേക്കിങ്, എല്ലാ കാര്യത്തിലും അങ്ങേയറ്റം ഗംഭീരം എന്നാണ് പറയേണ്ടത്. എന്തായാലും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഒരു ഹൈബ്രിഡ് എഞ്ചിന് വേണ്ടിയാണ്. ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അവർ ഒന്ന് സൂചിപ്പിച്ചത് സിറ്റി ഡ്രൈവ് പൂർണ്ണമായിട്ടും EVയിൽ ഓടിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ അത്രയും ഗംഭീരമായ ഒരു മൈലേജും അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം കുറേയൊക്കെ EV മോഡിൽ ഓടുന്നു, ബാക്കി പെട്രോൾ എഞ്ചിനിൽ ഓടുന്നു. ആ ഒരു മിക്സ് വരുമ്പോൾ തന്നെ നല്ല മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ വിസിബിലിറ്റി, അത്തരം കാര്യങ്ങളിലും എല്ലാം പഴയ ഡസ്റ്ററിൻ്റെ ബഹുദൂരം മുന്നിലാണ് ഈ ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഋഷികേശിൽ എത്തിയിരിക്കുകയാണ്. ഋഷികേശിൽ വരെയുള്ള റൂട്ട് നല്ല ഗംഭീരമായ റൂട്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഋഷികേശിൽ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിനി കൂടുതൽ വാഹനത്തെപ്പറ്റിയും അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്, പിന്നെ എൻജിനുകൾ, അതിനെപ്പറ്റിയൊക്കെ പറയാം. ശ്യാം മഴയത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്യാമ അകത്തേക്ക് പോരെ, നല്ല മഴയാണല്ലോ. ഈ കാണുന്നത്, ആദ്യം നമ്മൾ കാണുന്ന ഗംഗാനദിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഒന്നുകൂടെ നോക്കണം. കാരണം ഗംഗാനദി ഇതുപോലെ വറ്റി കിടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഞാൻ പണ്ട് കൊച്ചിയിൽ നിന്ന് ഓടിച്ചു വന്നതാണ്. അന്ന് ഋഷികേശ് വന്നിട്ട് നമുക്ക് ഏറ്റവും ദേഷ്യം തോന്നിയ കാര്യം, ഇവിടുത്തെ ഈ സന്യാസിമാരെന്ന് പറയുന്നത് മിക്കവാറും ഗുണ്ടകളും കൂടിയാണ്. നമ്മളന്ന് ഗംഗാനദിക്ക് താല്പര്യമില്ല, ഞങ്ങൾ കാണാൻ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സന്യാസിമാരെല്ലാം അവിടെ നമ്മളെ അടിക്കാൻ വന്നു. അങ്ങനെ ഗുണ്ട സന്യാസിമാരെ കണ്ട് പേടിച്ച് നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞുവിടാ. ഇപ്പോൾ പിന്നെ നമ്മളും കുറച്ച് ഗുണ്ടായുസമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പിടിച്ചു നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി വീണ്ടും കുറച്ചുകൂടെ ഒന്ന് യാത്ര തുടരാം. അപ്പോൾ നമുക്കിനി സേഫ്റ്റി ഫീച്ചേഴ്സാണ് പറയുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിൽ 6 എയർ ബാഗുകളുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലും എക്കോസ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS, EBD, പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, 360 ഡിഗ്രി ക്യാമറ, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ്, ബ്രേക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ ഹൈ ടെൻസിൽ സ്റ്റീലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഗംഭീര പ്ലാറ്റ്ഫോമാണെന്നാണ് കമ്പനി പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് ഒന്നും ആയിട്ടില്ല, കാരണം ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടും എന്ന് 100% ഉറപ്പിച്ച് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക് ആ ഒരു കാര്യത്തിൽ.
അപ്പോൾ അതാ ഋഷികേശിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മഴയില്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷേ എന്ത് ചെയ്യാനാണ്, മഴയായിപ്പോയി. അപ്പോൾ നേരെ തന്നെയാണെന്ന് തോന്നുന്നു ലൊക്കേഷൻ കാണിക്കുന്നത്. അതെ, 950 മീറ്ററോളം നേരെ പോയിട്ട് വേണം തിരിയാൻ. അപ്പം ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ ഇതും ഈ ഒരു ഹിമാലയത്തിൻ്റെ ദൈവങ്ങളുടെ സ്ഥലങ്ങളുണ്ടല്ലോ, കേദാർനാഥ്, ബദ്രീനാഥ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഉള്ളൊരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഋഷികേശാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ ഇന്നലെ നമ്മളെ കൊണ്ടുവന്ന് വിട്ട് ഡ്രൈവർ പറഞ്ഞതാ. ഹിമാലയം നിൽക്കുന്നുണ്ടോ, ഒരു ഭൂതഗണങ്ങൾ നിൽക്കുന്ന പോലെ അങ്ങനെ മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുകയാണ് ഹിമാലയം. അപ്പോൾ ഇനി എൻജിനെ പറ്റിയാണ് പറയേണ്ടത്. എന്തായാലും ഈ എൻജിൻ നിങ്ങൾ ഓടിച്ച് തന്നെ അനുഭവിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ ഇത് ഓടിക്കണം. നിങ്ങൾ ഈ വാഹനം കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷേ ഓടിച്ച് നോക്കുമ്പോഴാണ് എത്ര രസകരമായിട്ടാണ് എൻജിൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം എൻജിൻ്റെ ട്യൂണിങ്ങിൻ്റെ ഒരു ഗുണവും അതോടൊപ്പം തന്നെ സസ്പെൻഷൻ്റെ ഒരു ഗുണവും എല്ലാം കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നമ്മൾ ഋഷികേശിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പാലം കടന്നാൽ ഋഷികേശാണ്. നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഋഷികേശിലേക്ക് സ്വാഗതം എന്നൊരു ബോർഡ് കാണണമല്ലോ അല്ലേ? അതെ, അവിടെ ഒരു നീല ബോർഡ് കാണുന്നുണ്ട്. യെസ്, വെൽക്കം ടു ഋഷികേശ്. വെൽക്കം ഇൻ ഋഷികേശ് എന്നാ കേട്ടോ, ടു അല്ല. അങ്ങനെ നമ്മൾ ഋഷികേശിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എഞ്ചിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതാണ് 163 bhp എഞ്ചിൻ, 280 Nm മാക്സിമം ടോർക്ക്. ഇത് 6 സ്പീഡ് മാനുവലിലും 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ലഭ്യമാണ്. പിന്നെ ഒന്നുള്ളത് 1 ലിറ്റർ ടർബോ പെട്രോളാണ്. അത് കൈഗറിലുള്ള എഞ്ചിൻ തന്നെയാണ്. 100 bhp ആണ്, 160 Nm മാക്സിമം ടോർക്ക്. അത് പക്ഷേ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്ന ദീപാവലി കാലത്ത് വരാൻ പോകുന്ന 1.8 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ ആണ് ഞാനും കാത്തിരിക്കുന്ന ഒരു എൻജിൻ ഓപ്ഷൻ. ആ പെട്രോൾ എഞ്ചിൻ 109 bhp ആണ്. പക്ഷേ 49 HP ഇലക്ട്രിക് മോട്ടറും 20 HP ഒരു ഹൈബ്രിഡ് സ്റ്റാർട്ടർ ജനറേറ്ററും അതിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അതുകൂടാതെ 1.4 kW ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ സിസ്റ്റം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 160 bhp ആയിട്ട് വരും. 172 Nm മാക്സിമം ടോർക്ക്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കുറേ ദൂരം EV മോഡിൽ ഓടുന്ന ഒരു സെറ്റപ്പാണിത്. അത് വന്നു കഴിയുമ്പോൾ മൈലേജിൻ്റെ കാര്യത്തിലായാലും സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ വളരെ മുന്നിലായിരിക്കും. ആ ഒരു ഓപ്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ ഋഷികേശിലേക്ക് ഇനി പ്രവേശിക്കാം. ഋഷികേശിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് ഒരു പ്രായമുള്ള സിഖുകാരനിരിക്കുന്നതാണ്. ആ കാഴ്ചയോടുകൂടി നമ്മൾ ഋഷികേശിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ കേദാർനാഥ് 239 കിലോമീറ്റർ, ബദ്രീനാഥ് 291 കിലോമീറ്റർ, ഡൽഹി 234 കിലോമീറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ന്യൂ ടെഹരി 71 കിലോമീറ്റർ. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ച റെനോ ഡസ്റ്റർ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് വലിയ പൈസയൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായ കാര്യം. 10,29,000 രൂപയിൽ ഈ വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 12 ലക്ഷം രൂപയിൽ താഴെ നിങ്ങൾക്ക് ഈ മനോഹരമായ വാഹനം സ്വന്തമാക്കാൻ പറ്റും. എൻട്രി ലെവൽ വേരിയൻറ്റ്. പക്ഷേ ടോപ്പിലേക്ക് പോകുമ്പോൾ 18.49 ആണ്. 18,49,000 രൂപയാണ് നമ്മളിപ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോമാറ്റിക് മോഡലിൻ്റെ വില എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്റർ എഞ്ചിനുണ്ട്, 1.3 ലിറ്റർ ഉണ്ട്. 1 ലിറ്റർ എഞ്ചിൻ്റെ എൻട്രി ലെവൽ മോഡലിനാണ് ഈ പറഞ്ഞ 12,29,000 രൂപ. പക്ഷേ അത് മോശമല്ല, 100 bhp എഞ്ചിനാണ്. അത് നമുക്ക് ഓടിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് മോശമാകാനുള്ള സാധ്യതയില്ല. ഇനി വരാൻ പോകുന്നതാണ് ഗംഭീര സാധനം. ഞാൻ പറഞ്ഞല്ലോ, 1.8 ലിറ്ററിൻ്റെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട്. അത് ദീപാവലി കാലത്ത് വരുമെന്നാണ് കേൾക്കുന്നത്. അത് 160 bhp ആണ്. അതിൻ്റെ ഇലക്ട്രിക് മോട്ടറും അതുപോലെ തന്നെ ഈ ഒരു പെട്രോൾ എഞ്ചിനും കൂടിയുള്ള പവർ എന്ന് പറയുന്നത് അതൊരു കിടിലൻ സാധനമായിരിക്കും. സിറ്റിയിൽ EV മോഡിൽ മാത്രമായിട്ട് ഓടിക്കാൻ പറ്റും എന്നൊക്കെയാണ് കേൾക്കുന്നത്. കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത്രയധികം ബുക്കിംഗ് ആ ഒരു കണ്ടിട്ടില്ലാത്ത മോഡലിന് പോലും നേടാൻ റെനോയ്ക്ക് സാധിച്ചത് ഈ ഒരു വാഹനത്തിൻ്റെ രൂപഭംഗി കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും പണ്ട് എന്തൊക്കെയാണ് ഇല്ലാതിരുന്നത് റെനോ ഡസ്റ്റർ എന്ന് വെച്ചാൽ അതെല്ലാം ഇപ്പോൾ പുതിയ മോഡലിൽ വന്നിട്ടുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള
കിടിലൻ സംഭവങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നു. ഗംഭീരമായ ഇൻറ്റീരിയർ, ഗംഭീരമായ സ്ക്രീന്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മനോഹാരിത, അത്തരം പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിൻ്റെ കാര്യം. മറ്റു കാര്യമുള്ളത്, നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 20,000 തൊട്ട് 40,000 രൂപ വരെ ഓരോ വേരിയൻറ്റിനും വിലക്കുറവ് കമ്പനി തരുന്നുണ്ട്, ഒരു ലോഞ്ച് ഓഫർ എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാലം പൂച്ച പെറ്റ് കിടന്നിരുന്ന റെനോയുടെ ഷോറൂമുകളിലേക്ക് ഇനി ആൾക്കാർ ഇടിച്ചു കയറാൻ പോവുകയാണെന്നുള്ളൊരു സംശയമില്ല. റെനോ ഡസ്റ്റർ അത്രയധികം ഗംഭീരമായൊരു വാഹനമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ തള്ളി മറിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു ഈ വാഹനം എന്നുള്ളതുകൊണ്ടാണ്. കാഴ്ചയിലായാലും ഓടിച്ചപ്പോഴായാലും വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് കാഴ്ചയിൽ മാത്രമല്ല ഇതിനെ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ ഓടിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ മികവും എഞ്ചിൻ്റെ റെസ്പോൺസും സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. അത്രയധികം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഹിമാലയ മലനിരകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ പറയാൻ സമയമായി. അപ്പോൾ മഴയും വരുന്നുണ്ട്. അപ്പോൾ ഡെറാഡൂൺ എന്ന് പറയുന്ന മനോഹരമായ സിറ്റിയിൽ നിന്നും യാത്ര പറയുമ്പോഴാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഡെറാഡൂൺ എന്ന് പറയുന്ന ഡൂൺ സ്കൂൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഭീര കക്ഷികളൊക്കെ പഠിച്ച സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. തന്നെയല്ല, ഒരു നോർത്ത് ഇന്ത്യൻ സിറ്റിയുടേതായ വൃത്തിയോടൊന്നുമില്ല. എവിടെ നോക്കിയാലും നല്ല മനോഹരമായ ബ്രിട്ടീഷ് സ്റ്റൈൽ കോഫി ഷോപ്പുകളൊക്കെയുള്ള ഒരു ബ്രിട്ടീഷ് ടൗൺ എന്നാണ് നമുക്കിതിനെ വിളിക്കേണ്ടത്. നല്ലൊരു എയർപോർട്ടും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ഇവിടെ നമുക്ക് പോകാൻ സാധിക്കും. ഏറ്റവും അടുത്ത് മസൂറി ഉണ്ട്, 34 കിലോമീറ്റർ ഉള്ളൂ. കൂടാതെ ഋഷികേശ്, ഹരിദ്വാർ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ അടുത്താണ്. കൊച്ചിയിൽ നിന്നും കണക്ടിവിറ്റിയും മോശമല്ല. കൊച്ചിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് ഇൻഡിഗോ തരുന്നുമുണ്ട്. അപ്പോൾ മിസോറി അല്ലെങ്കിൽ ഡെറാഡൂണൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ വരാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിനോദസഞ്ചാര ടിപ്പ് കൂടി തന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി, ബൈ.